ഒരാൾക്ക് വേണമെങ്കിൽ അതിൽ കൂടിയിട്ട് തെമ്മാടിയാകാം. വിട്ടുനിന്നാലോ, അതൊരു നയാ പൈസക്കും പറ്റാത്ത പാവം കുട്ടി എന്ന് ജനങ്ങൾ പറഞ്ഞ് അയാളെ ഒന്നിനും കൊള്ളരുതാത്ത ആളാക്കും. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നുകിൽ നിന്നെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് എഴുതിത്തള്ളാൻ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക, അല്ലെങ്കിലോ തെമ്മാടിത്തരം ചെയ്യുക. രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. കോളേജിൽ പഠിക്കാൻ പോണ ഒരു കുട്ടി കമ്പനിയൊന്നും അടിക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴോ കുറെ ആളുകൾ പറയും, ഓ നീ ഒരാണല്ലേടാ, നിനക്കൊരു ലൈൻ വേണ്ടേടാന്ന് ചോദിക്കും. നീ ഒരു പെണ്ണല്ലേ, നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ടേന്ന് ചോദിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ ഒരു ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതിനൊന്നും കൊള്ളാത്തൊരു കുട്ടിയാണെന്ന് നിലക്ക് നടക്കുക. അപ്പോൾ നീ അങ്ങനെ തിരഞ്ഞെടുത്തു കൊള്ളട്ടെ എന്നാണ് അതിന്റെ വ്യക്തമായ ഉദാഹരണം. അങ്ങനെ ആകാം. എന്നെ അതിനൊന്നും പറ്റൂല, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ മൊയ്ലിയാരുടെ വേഷമൊക്കെ കെട്ടി നടക്കുമ്പോൾ ഇവർക്ക് നല്ല പാൻസും തുണിയൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, പഠിച്ചോനെ എൻ്റെ ഈ പൈസ ഉണ്ട്, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് വസ്ത്രമൊക്കെ ഒന്ന് മേടിച്ച് നടക്കട്ടെ. ഒന്നുകിൽ നിനക്ക് അങ്ങനെ ആവാം, അല്ലെങ്കിലോ ആളുകളൊക്കെ പറഞ്ഞാൽ എന്താ, ഞാനിങ്ങനെ ആയിക്കോളാം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിങ്ങൾ അജിസിനെ തിരഞ്ഞെടുത്തു കൊള്ളട്ടെ. എത്ര കൃത്യമാണ്, മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ചെറിയ വാചകം, വലിയ ആശയം. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ആവാം. ഒരു കല്യാണത്തിന് മുതലാളി ഉള്ള പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് കല്യാണം നടത്തുക. അപ്പൊ ഒരു പാവ ഒരു ഈമാനുള്ള മനുഷ്യൻ അങ്ങോട്ടൊന്നും കയറാതെ നിൽക്കുക. ഓ ഈ സാധുവാ, ഇയാൾക്ക് ഡാൻസ് അറിഞ്ഞൂടാ, സിനിമ അറിഞ്ഞൂടാ, അതും അറിഞ്ഞൂടാ, ഇതും അറിഞ്ഞൂടാ, ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആളുകൾ ചിലപ്പോൾ അങ്ങനെ പറയും. അങ്ങനൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ പോവും. ചില ആളുകൾ പോവും ആ ഒരു ഇജ്ജത്ത് കാക്കാൻ വേണ്ടി, ഒരു ജാടയ്ക്ക് വേണ്ടി, ഒരു ജാടയ്ക്ക് വേണ്ടി. ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോ അതാ 10 പെണ്ണുങ്ങളും പരിഷ്കൃത വേഷം. അപ്പോ ഒരു ഉമ്മണ്ട് മുഖമക്കനെ കേട്ടൊരു പെങ്ങള് ഏതോ ഒരു സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് വഴുത് കേട്ട് നന്നായതാ. അവിടെ രണ്ട് കാര്യം ഉണ്ടാവോ, ഇതൊരു പഴയ താത്ത എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരിക്ക് മനസ്സിലൊരു പ്രയാസം ഉണ്ടാവും. അതാണ് അജിസ്. ഇത് കേൾക്കുന്നുണ്ട് വേണമെങ്കിൽ അടുത്ത റൂമിലോട്ട് കയറി ഇന്ന് പറുതയും മക്കനെയൊക്കെ മാറ്റിയിട്ട് അവരെ പോലെ കുപ്പായിട്ട് ഇറങ്ങാം. അതാണ് ഫുജൂർ. നിങ്ങൾക്ക് രണ്ട് തിരഞ്ഞെടുപ്പാനുള്ളത്. ഒന്നുകിൽ അവരുടെ കൂടെ നിങ്ങൾ കാടാൻ പോകാം, അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ല, ഞാൻ പഴയ താത്ത തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫൽയഖ്തരിൽ അജ്സ്, എന്നാൽ നിങ്ങൾ ആ കഴിവുകേടിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അലൽ ഫുജൂർ, അവിടെയും നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല, അവിടെയും നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല. സ്കൂൾ ഡേ വന്നു, കോളേജ് ഡേ വന്നു, ഫെസ്റ്റിവൽ വന്നു, അവിടെ എല്ലാ കുട്ടികളും ഡാൻസിനുണ്ട്, അതിനുണ്ട്, ഇതിനുണ്ട്, എല്ലാത്തിനുണ്ട്. അപ്പോ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ അതിലെല്ലാം കൂടാം. അതിലൊന്നും കൂടാതിരുന്നാലോ, ഇതിനെ പാടാനും കൊള്ളൂല, ഇതിനാടാനും കൊള്ളൂല, ഇതിന് ചാടാനും കൊള്ളൂല, ഒന്നിനും കൊള്ളൂല എന്ന് എല്ലാ കുട്ടികളും പറയും. അപ്പൊ അജിസായി സ്വാഭാവികമായ ഒരു കുട്ടിക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാവും, എന്നെ ഒന്നിനും പറ്റാത്ത കുട്ടിയായി പോയല്ലോ ഉണ്ടാവും. വീട്ടിൽ വന്ന് പറയും, എല്ലാ കുട്ടികളും മത്സരിക്കുന്നുണ്ടമ്മ, ഞാനോ എന്ന് പറഞ്ഞു വരുമ്പോ ഉമ്മാക്കും ചിലപ്പോ ഈമാൻ ഇളകും. അവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അൽ അജിസ്. അശക്തരാണെന്നവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നാളത്തെ സ്വർഗം നഷ്ടപ്പെടില്ല. दिल को मोहब्बतों का मदीना बना लिया, अब ये ही जिंदगी का करीना बना लिया, दिल में बसा के इसमें मोहम्मद के नूर को बेनूर आंख तीज से बेना बना लिया, दिल को मोहब्बतों का मदीना बना लिया, अब ये ही जिंदगी का करीना बना लिया. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ അനുസരിച്ചുകൊണ്ട്, അവിടുത്തെ മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് കാലത്തിൻ്റെ മുമ്പിൽ ഈമാനോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. ഇവിടെ നിന്ന് നേരം വെളുക്കും വരെ വായിച്ചാലും വിശദീകരിച്ചാലും തീരാത്ത ആയിരക്കണക്കിനടയാളങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ സ്നേഹപ്രപഞ്ച പരമ്പരയുടെ 10ാം വർഷത്തെ വിഷയാവതരണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയൊരു ചെറിയ സെമി കോളൻ ഇടുകയാണ്. അടുത്ത കൊല്ലം ആരൊക്കെയുണ്ടെന്നറിയില്ല. എല്ലാം അല്ലാഹുവിൻ്റെ പക്കലാണ്. പടച്ചവനേ, നിന്റെ പ്രീതിയിലായി, നിന്റെ ഹബീബ് തങ്ങളുടെ പൊരുത്തത്തിലായി
മരണം വരെ ഇൽമിന് ഖിദ്മത്ത് ചെയ്യാനും ഞങ്ങൾ ഈ തുടങ്ങിവെച്ച മജ്ലിസ് അന്ത്യനാൾ വരെ ഇതിൻ്റെ പിന്മുറക്കാർ സംഘടിപ്പിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആശിച്ചു പോവുകയാണ്. മഹാനരായ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ചാരത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സംഘടിപ്പിച്ച നബിസ്നേഹ